മാമൻ മാപ്പിളയുടെ കുടുംബത്തിന് അധികകാലം പത്രക്കച്ചവടത്തിലൂടെ ജീവിക്കാമെന്ന് കരുതണ്ട. കേരളത്തിൽ പത്രങ്ങൾക്കെല്ലാം വലിയ സർക്കുലേഷൻ ഉണ്ടെന്നുള്ള പ്രചരണം മനോരമ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. മാതൃഭൂമി, കേരള കൗമുദി, മാധ്യമം തുടങ്ങി പല പത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പത്രങ്ങളുടെ എല്ലാം ഇന്നത്തെ അവസ്ഥ പഴംപൊരി പോലെയാണ്. പഴംപൊരിയുടെ ലൈഫ് എത്ര കാലമുണ്ട്, ഇനി അത്ര കാലം മാത്രമേ കേരളത്തിലെ പത്രങ്ങൾക്ക് ആയുസുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ഇപ്പം ഇവർ എഴുതി വിടുന്ന പല കാര്യങ്ങളും പഴംപൊരിയുടെ ദേഹത്ത് മാത്രമാണ് സ്പർശിക്കാറുള്ളത്, അല്ലാതെ നാട്ടുകാരുടെ പത്രം വായനാശീലം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നൊരു പ്രതികരണം കേൾക്കാനിടയായി. 24 വർഷമായിട്ട് പത്ര ഏജൻസി നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്തിനടുത്ത് താമസിക്കുന്ന സുനിൽ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം 24 വർഷങ്ങൾക്ക് മുന്നേ പത്രം ഇട്ടു തുടങ്ങിയപ്പോഴുള്ള അന്നത്തെ സർക്കുലേഷനും ഇന്നത്തെ അവസ്ഥയും കുറിച്ച് വിശദീകരിക്കുമ്പോൾ കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെ പൊള്ളയായിട്ടുള്ള ഒരു അവകാശവാദമാണ് ആ വാക്കുകളിലൂടെ തകർന്നു വീഴുന്നത്. എന്താണ് കഴിഞ്ഞ ഒരു 24 വർഷത്തിനിടയിൽ കേരളത്തിലെ പത്രങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ആൾക്കാരുടെ സ്വീകാര്യത എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുള്ളത്? ഈ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം വന്നതിന് ശേഷം ഈ പത്രത്തിന് ഇപ്പോൾ ഏകദേശം ഒരു 35 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർ മാത്രമേ ശരിക്കും പറഞ്ഞാൽ പത്രം വായിക്കുന്നുള്ളൂ.